ബംഗാളിൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ ഇന്ന് ഏതാണ്ട് തീരുമാനമുണ്ടായേക്കും. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവിനെ തെരഞ്ഞെടുക്കും. കേന്ദ്ര നിരീക്ഷകനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. സുവേന്ദു അധികാരി, അഗ്നിമിത്ര പോൾ, രൂപ ഗാംഗുലി, സാമിത് ഭട്ടാചാര്യ, ദിലീപ് ഘോഷ് തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബിജെപി പ്രധാനമായും പരിഗണിക്കുന്നത്. അതേസമയം സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, സുവേന്ദു അധികാരിയെ മുൻനിർത്തിയാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നേരിട്ടത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണയെല്ലാം ദേശീയ നേതൃത്വത്തിന്റെ ഒരു മുന്നിട്ടിറങ്ങിയ പ്രചാരണമുണ്ടെങ്കിൽ ഇത്തവണ സുവേന്ദു തന്നെയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. സുവേന്ദുവിനപ്പുറം പുതിയ പേരുകൾ പരിഗണിക്കാൻ ബിജെപി തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഈ വനിതാ മുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ബിജെപി പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തൊരു തീരുമാനത്തിലേക്ക് ബിജെപി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ജില്ലാ അനൂപ്, ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് 4 മണിക്ക് വിശ്വബംഗ്ല കൺവെൻഷൻ സെന്ററിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. വൈകിട്ട് 3 മണിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഒഡീഷ മുഖ്യമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട് എന്ന വിവരവുമുണ്ട്. അങ്ങനെ നിയമസഭാ കക്ഷി യോഗത്തിൽ കക്ഷി നേതാവിനെ അവർ തെരഞ്ഞെടുക്കും. അതിൽ സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് ആദ്യം കേൾക്കുന്നത്. പക്ഷേ പല നേതാക്കളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മറ്റു പല പേരുകൾ കൂടി പരിഗണനയിലുണ്ട് എന്നതാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്ന തരത്തിൽ കൂടി ഒരു ആലോചന തുടക്കം മുതൽ തന്നെ ബിജെപിയിലുണ്ട്. അതുകൊണ്ടാണ് രൂപ ഗാംഗുലിയുടെയും, അതായത് മഹാഭാരതം സീരിയലിൽ ദ്രൗപദിയായി വേഷമിട്ട മുൻ രാജ്യസഭാ അംഗം കൂടിയായ രൂപ ഗാംഗുലി അവിടെയുണ്ട്. ഒപ്പം അഗ്നിമിത്ര പോളുണ്ട്. ബിജെപി വൈസ് പ്രസിഡന്റാണ് അഗ്നിമിത്ര പോൾ. അങ്ങനെയുള്ള 2 പേരുകൾ പ്രധാനമായും, അങ്ങനെയെങ്കിൽ വനിതയാണെങ്കിൽ ഈ 2 പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇനി അതല്ല, സുവേന്ദു അധികാരിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഴിമതിയുടെ കറ സുവേന്ദുവിന് മുകളിലുണ്ട്. മുൻപ് നരോദ അഴിമതി കേസിൽ അദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലോകം മൊത്തം കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. മറ്റൊരാൾ ദിലീപ് ഘോഷാണ്. മുൻപ് 2021 ബിജെപിയെ മുഖ്യ പ്രതിപക്ഷമാക്കി മാറ്റുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് ദിലീപ് ഘോഷാണ്. സംസ്ഥാനത്തെ ഏറ്റവും അഗ്രസീവായ നേതാക്കളിൽ ഒരാളാണ് ദിലീപ് ഘോഷ്. ബിജെപിയുടെ സംസ്ഥാനത്തെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ആൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. സാമിത് ഭട്ടാചാര്യ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം ഈ കാലയളവിലൊക്കെ തന്നെ പാർട്ടിയെ സംഘടനാപരമായി നയിച്ച ആൾ എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് ആ തരത്തിലൊരു ക്ലെയിം ഉണ്ടാകും എന്നതുകൂടി പരിഗണിക്കുന്നു. അങ്ങനെ ഈ പേരുകൾ കേൾക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സർപ്രൈസായി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പേര് ബിജെപി നിർദ്ദേശിക്കുമോ എന്നത് അറിയില്ല. നമ്മൾ പല സംസ്ഥാനങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ അത് കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ മോഹൻ യാദവിൻ്റെ പേര് അവസാന നിമിഷം പ്രഖ്യാപിക്കും വരെ ആരും അങ്ങനെ ഒരു പേര് പ്രതീക്ഷിച്ച് കണ്ടതല്ല. അങ്ങനെ സർപ്രൈസായ ചില പ്രഖ്യാപനങ്ങൾ ബിജെപി ഈ സമീപകാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്ന് ബംഗാളിൽ സംഭവിക്കുമോ എന്നറിയില്ല. സുവേന്ദു അധികാരിയുടെ പേരാണ് ആദ്യത്തെ പേരായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും യോഗം വൈകിട്ട് 4 മണിയാണ്. അതേസമയം സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ, വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഇതുവരെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു ബൈക്കും കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസന്വേഷണം കൈമാറിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തൂക്കിക്കൊല്ലണം എന്നതാണ് കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റദ്ദിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. താൻ അധികാരത്തിലെത്തിയാൽ അക്രമികളെ ഇല്ലാതാക്കുമെന്നും താൻ ഭവാനിപ്പൂരിൽ മമതയെ തോൽപ്പിച്ചതിന് പ്രതികാരമായാണ് ഈ കൊലപാതകം നടന്നതെന്നും സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ഇന്നലെ ഇപ്പോൾ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മമതാ ബാനർജി ഏതായാലും ലോക്ഭവനിലേക്ക് പോവുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം കാലാവധി തീർന്നതോടെ ഇന്നലെ ഇപ്പോൾ ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടു. നാളെ രാവിലെ 10 മണിയോടെയാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഒരുപക്ഷെ ഈ രാജ്യത്തെ NDA മുഖ്യമന്ത്രിമാരുടെ എല്ലാം ഒരു പങ്കാളിത്തം ആ ചടങ്ങിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ദിൽന, അനൂപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.